അപ്പോൾ ക്രേസി മാൾട്ടയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ശരിക്കും ഒരു സീരിയസ് ആയിട്ട് ടോപ്പിക് സംസാരിക്കാമെന്ന് വിചാരിച്ചു. കാര്യം എന്താണെന്നറിയോ, കുറേ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്, വാട്സപ്പിൽ ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്, ഇങ്ങനെ മാൾട്ടയിലെത്തി, മാൾട്ടയിൽ ജോലി എങ്ങനെയുണ്ട്, എന്ത് ജോലിയാണ് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ മാൾട്ടയിൽ ഒരു നേഴ്സ് ആവാൻ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ജസ്റ്റ് ഞാനൊരു ഓവർവ്യൂ ആയിട്ട് ഓടിച്ചിട്ട് പറയാം. മാൾട്ടയിൽ 2 രീതിയിൽ നമുക്ക് നേഴ്സായിട്ട് വരാൻ പറ്റും. 2 രീതിയിൽ നേഴ്സായിട്ട് വരാൻ പറ്റുന്നില്ല. മാൾട്ടയിൽ നേഴ്സ് ആവണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ BSc അല്ലെങ്കിൽ GNM നഴ്സിംഗ് കംപ്ലീറ്റ് ആയിരിക്കണം. BSc നഴ്സിംഗ് ആണെങ്കിൽ ഇപ്പോൾ നിലവിൽ വിത്തൗട്ട് എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. പക്ഷെ ജനറൽ നഴ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 5 ഇയേഴ്സിനകത്ത് 3 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ജനറൽ നഴ്സിംഗ്. ജനറൽ നഴ്സിംഗ് ആര് വിഷമിക്കുമെന്ന് വേണ്ട, കാര്യം നിങ്ങൾക്കും കൂടെ ഒരു അവസരമാണിത്. ഇപ്പോൾ ജനറൽ നഴ്സിംഗ് ആണ് നിങ്ങൾ പഠിച്ചെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 5 ഇയേഴ്സിനിടയ്ക്ക് 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ OET അല്ലെങ്കിൽ IELTS, അത് ഇംഗ്ലീഷ് നമ്മൾ സംസാരിക്കുന്ന ആ ഒരു കൺട്രീസിൽ, യൂറോപ്യൻ കൺട്രീസിൽ എവിടെ പോയാലും നമുക്ക് റിക്വയർമെന്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ മാൾട്ടയിലും OET അല്ലെങ്കിൽ IELTS സ്കോർ നിർബന്ധമാണ്. അത് പല ഏജൻസിക്കാരും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. OET IELTS പ്രശ്നമില്ല, നിങ്ങൾ എക്സ്പയർ ആവാൻ പോയാലും കുഴപ്പമില്ല എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ രജിസ്ട്രേഷൻ്റെ, ഇവിടുത്തെ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ്റെ സമയത്ത് നമുക്ക് OET അല്ലെങ്കിൽ IELTS സ്കോർ നിലവിൽ വേണം. പക്ഷേ ബാക്കി യൂറോപ്യൻ കൺട്രീസിനെ അപേക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ സ്കോർ മതി മാൾട്ടയിൽ എത്താൻ വേണ്ടി. ഇപ്പോൾ OET അല്ലെങ്കിൽ IELTS എഴുതി ഡിപ്രസ്ഡ് അടിച്ച് ഒരു രക്ഷ, എനിക്ക് ആ അവസ്ഥ ഞാൻ കഴിഞ്ഞു പോയിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. നമ്മളത് നമ്മുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രതീക്ഷയോടെ ചെയ്തിട്ട് അത് കിട്ടാതെ വരുമ്പോഴൊരു വിഷമം, അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് എനിക്കറിയാം. കാര്യം എന്താണെന്നറിയോ, OETക്ക് അല്ലെങ്കിൽ IELTSന്റെ സ്കോർ എന്ന് പറഞ്ഞാൽ OET സ്കോർ ആണെങ്കിൽ 3 C+ഉം 1 Bയും വേണം. അതുപോലെ തന്നെ IELTSന്റെ സ്കോർ ആണെങ്കിൽ ഓവറോൾ 6 വേണം. അത് ഒരു മൊഡ്യൂൾ പോലും 5.5 താഴെ പോകാൻ പാടില്ല. ഇതാണ് റിക്വയർമെന്റ്. അപ്പോൾ ഇതാണ് ഓവറോൾ കാര്യം. ഇനി 2 രീതിയിൽ വരാമെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കെയർ, അതായത് ജോബ് വിസയിൽ വന്നിട്ട് ഇവിടെ കെയറായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ബ്രിഡ്ജിങ് എന്ന് പറഞ്ഞിട്ട് കോഴ്സ് ഇവിടെ ഉണ്ട്. 6 മാസം മുതൽ 8 മാസം വരെയുള്ള ഒരു കോഴ്സാണ് ഇവിടെ മാൾട്ട ഗവൺമെന്റ് അതിന് വേണ്ടി വെച്ചേക്കുന്നത്. അപ്പോൾ എന്താ അറിയോ, നമ്മൾ ഈ ഒരു റിക്വയർമെന്റ് നമ്മുടെ യൂറോപ്യൻ കൺട്രീസിന്റെ അവരുടെ രീതികൾ, അവരുടെ കുറച്ച് പ്രൊസീജിയർ കാര്യങ്ങൾ നമ്മൾ നഴ്സിംഗ് പഠിച്ചിട്ടുള്ള പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഒന്ന് ഓവറോൾ ട്രെയിൻ ചെയ്യിപ്പിച്ച്, ഇപ്പം നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന അതേ രീതികളായിരിക്കും ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഓവറോൾ പഠിപ്പിച്ച് ഒരു തിയററ്റിക്കൽ ബ്രഷപ്പ് എന്ന് പറയാം, ആ ഒരു എക്സ്പീരിയൻസ് വന്നിട്ട് നമ്മളെ നഴ്സിംഗ് നമ്മൾ ചെയ്തതുപോലെ തന്നെ പ്ലേസ്മെന്റ് ഉണ്ട് ഇവിടെ. അതായത് നമ്മൾ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയും. ഹോസ്പിറ്റലിൽ ഓരോ സ്പെഷ്യാലിറ്റി പോസ്റ്റിംഗ് ഇടുന്ന പോലെ തന്നെ ഇവിടെ പ്ലേസ്മെന്റ് ഉണ്ട്. അത് ചൈൽഡ് ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, മെഡിക്കൽ, സർജിക്കൽ, അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് വിങ്ങിൽ പോസ്റ്റിംഗ് തരും. ആ പോസ്റ്റിംഗ് പ്ലേസ്മെന്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അവരുടെ റിക്വയർമെന്റ് എല്ലാം മീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ, നഴ്സിംഗ് കൗൺസിൽ ഇന്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. രജിസ്റ്റേർഡ് നേഴ്സ് ആവാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. വേക്കൻസിക്ക് അനുസരിച്ച് നമുക്ക് നേഴ്സായിട്ട് കയറുകയും ചെയ്യാം. ഇതാണ് അതായത് മാൾട്ടയിൽ നേഴ്സ് ആവാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ പ്രൈമറി റിക്വയർമെന്റ്സ്. ഇനി ഒരു വഴി എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, നാട്ടിൽ നിന്ന് കെയറർ വിസയിൽ വന്നിട്ട് ഇവിടെ വന്ന് കെയറായിട്ട് ജോലി ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ നമുക്ക് ബ്രിഡ്ജിങ് കോഴ്സും കൂടെ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടിൽ നിന്ന് തന്നെ സ്റ്റുഡന്റ് വിസയിൽ വരുന്നു എന്ന് പറയുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ വന്നത് അങ്ങനെ കേട്ടോ, നാട്ടിൽ നിന്ന് നമ്മൾ സ്റ്റുഡന്റ് അല്ല, നേരിട്ട് ഇവിടെ, അതായത് ഇവിടുത്തെ ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ട്, ഞാൻ ബ്രിഡ്ജിങ്ങിന് വേണ്ടിയിട്ട് അഡ്മിഷൻ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് അവർ നമ്മുടെ ഏജൻസിക്കാർ നമുക്ക് പാർട്ട് ടൈം ആയിട്ട് നമുക്ക് ജോലി അറേഞ്ച് ചെയ്ത് തന്നു. അപ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നത്, ഞാൻ ഇവിടെ വന്നിട്ട് കേട്ടതിനനുസരിച്ച് ഒരു കെയറായിട്ട് വരുന്നതിന് തന്നെ ഏകദേശം നല്ലൊരു എമൗണ്ട് ആവുന്നുണ്ട്. പിന്നെ നമ്മളൊരു ബ്രിഡ്ജിങ്ങിന് കൂടെ ചേരുമ്പോഴത്തേക്കും ഏകദേശം 5 ലാക്ക്, നമ്മുടെ നാട്ടിൽ 5 ലാക്ക് നമുക്ക് ഏകദേശം ആവുന്നുണ്ട്, ബ്രിഡ്ജിങ്ങിന് വേണ്ടി മാത്രം. അപ്പോൾ കെയറായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു വലിയ എമൗണ്ടും പ്ലസ് നമ്മളിവിടെ ബ്രിഡ്ജിങ്ങിന് കൊടുക്കുന്ന പൈസയും കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്കും, ഞാനൊക്കെ വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് കെയറായിട്ട് പാർട്ട് ടൈം ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ശരിക്കും അത് ബെനിഫിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അങ്ങനെ വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യം നമ്മുടെ ക്യാഷ് നമുക്ക് വിലപ്പെട്ടയാണ്. എന്തായാലും നമ്മളൊരു പുറത്തോട്ട് പോകുമ്പോൾ അത്രയും പൈസ കൊടുത്ത് നമുക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം കാണത്തില്ല. എല്ലാവരും ഓരോ ബുദ്ധിമുട്ടിനല്ലേ വന്നത്. അപ്പോൾ അങ്ങനെ 2 വഴി. അപ്പം കെയറായിട്ട് വന്നിട്ട് വേണമെങ്കിൽ ബ്രിഡ്ജിങ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രിഡ്ജിങ്ങിന് വേണ്ടി വന്നിട്ട് പാർട്ട് ടൈം ആയിട്ട് നമുക്ക് കെയർ കോഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി 2 കോളേജ് മെയിനായിട്ടും ഇവിടെ യൂണിവേഴ്സിറ്റി ഓഫ് മാൾട്ട, പിന്നെന്താ ഇപ്പോൾ ഐഡിയ അക്കാഡമി, ഇത് ഐഡിയ കോളേജ്, ഇത് രണ്ടിലുമാണ് ഇപ്പോൾ നിലവിലുള്ളത്. MCASന്റെ താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. അവരുടെ ക്ലാസ്സുകളെല്ലാം നിർത്തി വെച്ചേക്കുവാണ്. അപ്പോൾ അത് ഉടനെ റീസ്റ്റാർട്ട് ചെയ്യുമായിരിക്കും, കാര്യം താൽക്കാലികമായിട്ട് നിർത്തി വെച്ചേക്കുവാണ്. അപ്പോൾ ഇത് രണ്ടാണ് മെയിനായിട്ട് നമുക്കിപ്പോൾ ഇവിടെ ബ്രിഡ്ജിങ് ചെയ്യുന്ന കോളേജുകൾ. 6 മാസത്തെ കോഴ്സ് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ രജിസ്ട്രേഷൻ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റേർഡ് നേഴ്സ് ആവാം. പക്ഷേ ഇതൊക്കെ ശരിക്കും ഒരു കടമ്പയാണ് കേട്ടോ.
ഓടി വന്ന് നാട്ടിൽ എത്ര എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ ഇന്ന വലിയ ഹോസ്പിറ്റലിൽ ICUവിൽ അവിടെ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ കൺട്രീസിനകത്ത് അവർ അക്സെപ്റ്റ് ചെയ്യില്ല. എല്ലാ രാജ്യക്കാർക്കും അവരുടേതായ കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ട്. അത് മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടെ വന്ന് നഴ്സാവാൻ പറ്റുള്ളൂ. പലരും പല സ്ഥലങ്ങൾ പ്രിഫർ ചെയ്യാൻ വേണ്ടി പറഞ്ഞെങ്കിലും നമുക്ക് യൂറോപ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്വപ്നമാണ്. എല്ലാവരെയും പോലെ തന്നെ എനിക്കും അതൊരു സ്വപ്നമായിരുന്നു. യൂറോപ്യൻ രാജ്യത്തിലോട്ട് നമുക്ക് മാറണം എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും അതിന്റെ പ്രൈമറി സ്റ്റെപ്പുകൾ ആദ്യം കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽസ് അറിയാമെന്നുള്ളവരുടെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യം പ്രോസസ്സിങ്ങിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം, അതായത് രജിസ്ട്രേഷന് മുന്നേ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ OET സ്കോർ അല്ലെങ്കിൽ IELTS സ്കോർ ഒക്കെ നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് എക്സ്പയർ ആയി 2 വർഷമാണ് അതിന്റെ വാലിഡിറ്റി. എക്സ്പയർ ആയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എഴുതിയെടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ കണക്കാക്കി ഇപ്പോൾ ബാക്കി എല്ലാ രാജ്യത്തോട്ടും ഉള്ള യൂറോപ്യൻ കൺട്രീസിലോട്ടും റിക്രൂട്ട്മെന്റ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്, എക്സെപ്റ്റ് ജർമ്മനി ആണെന്ന്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലായിടം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന അവസരത്തിലായതുകൊണ്ട് നിങ്ങൾക്ക് അഥവാ യൂറോപ്യൻ സ്വപ്നം എന്നുള്ളതുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എവിടെയെങ്കിലും എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് മാറിപ്പോകാൻ പറ്റും. കാര്യം മാൾട്ട എന്ന് പറഞ്ഞ ഒരു ഷെങ്കൻ കൺട്രിയാണ്. ഞാനൊക്കെ റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മാൾട്ടയിൽ വന്ന് രക്ഷപ്പെട്ട ഒരു നഴ്സിനെ കണ്ടുപിടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാര്യം നമുക്ക് അങ്ങനെ മാൾട്ടയെ കുറിച്ച് അധികം കേട്ടിട്ടില്ല. ഇപ്പോഴും ഞാൻ മാൾട്ടയിലാണെന്ന് പറയുമ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നത് എവിടെ രാജ്യം, എവിടെ കേട്ടിട്ടില്ല എന്നൊക്കെ. പക്ഷേ ഒത്തിരി മലയാളികളുള്ള നമ്മുടെ നാട്ടിന്റെ അതേ കാലാവസ്ഥയുള്ള നല്ലൊരു സ്ഥലമാണ് മാൾട്ട. ശരിക്കും ഒരു ഐലൻഡ് പോലെയാണ്, 4 ചുറ്റും കടലുള്ള നല്ലൊരു സ്ഥലം. പക്ഷെ നമുക്ക് എന്താ പറയാ, ചിലവ് കുറവാണ്. എന്നാൽ നമ്മൾ എത്തിപ്പെടേണ്ട സ്ഥലം വരെ എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. അത് കണക്കാക്കി വേണം പോരാൻ. എന്തായാലും നല്ലൊരു ഓപ്ഷനാണ് മാൾട്ട. അത് എന്തേലും അതിന് എന്താ, ഞാൻ വന്ന ഏജൻസി കൂടെ ഞാൻ പറയാം. ഞാൻ വന്നത് ക്യാപ്റ്റൻ ഹോപ്സ് പാല എന്ന് പറയുന്ന ഏജൻസിയിലാണ് ഞാൻ അപ്ലൈ ചെയ്തത്. ശരിക്കും ഒരു 6-7 മാസത്തെ ഒരു പ്രോസസ്സിങ് വേണ്ടി വന്നോളൂ. എനിക്ക് പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയായി കിട്ടി. പക്ഷെ ഞാൻ OET കടമ്പ കടക്കാനാണ് ഞാൻ ഒത്തിരി നാൾ ബുദ്ധിമുട്ടേണ്ടി വന്നത്. അപ്പോൾ ഇന്നത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോ ഉറപ്പായിട്ട് ചെയ്യുന്നതായിരിക്കും. നന്ദി.